രാവിലെ കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഒരു ഉപ്പുമാവാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി, അതോടുകൂടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ നമ്മൾക്കും കഴിക്കാൻ നല്ല ടേസ്റ്റിയോടുകൂടി കഴിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു പഴമൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും തയ്യാറാക്കുന്ന പോലൊക്കെ തന്നെയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അതിനായി ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. കപ്പലണ്ടി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷേ കപ്പലണ്ടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അത് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് കപ്പലണ്ടിയൊക്കെ ഒന്ന് വറുത്തെടുത്തു. ഇനി ആ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് റവ കൂടെ ഒന്ന് വറുത്തെടുക്കണം. റവ 2 രീതിയിലുള്ളതുണ്ട്. ചെറിയ തരിയായിട്ടുള്ളതുമുണ്ട്, പിന്നെ ഇച്ചിരി തരിയൊക്കെ ഉള്ളതുമുണ്ട്. ചെറിയ തരി, വലിയ തരിയായിട്ടുള്ളത്, അങ്ങനെ 2 രീതിയിലുണ്ട്. ഞാനിവിടെ എപ്പോൾ റവ വാങ്ങിച്ചാലും ഒത്തിരി പൊടിയായിട്ടുള്ളത് വാങ്ങിക്കത്തില്ല, കുറച്ച് തരിയായിട്ടുള്ളത് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. എനിക്ക് തോന്നുന്നു അതിനാണ് ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ട് ഞാനിവിടെ അങ്ങനെയുള്ള റവ വാങ്ങിച്ച് അതും ഒന്ന് വറുത്തെടുത്ത് നല്ലത് വേണം. ആ പച്ചയൊക്കെ ഒന്ന് മാറി നല്ല ഗോൾഡൻ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു, അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുത്തു. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് അല്പം പയറുപരിപ്പാണ്, ഉഴുന്ന് പരിപ്പല്ല. പയറുപരിപ്പ് ചേർത്ത് കൊടുത്തത് നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ എപ്പോഴും വീട്ടിൽ വാങ്ങിച്ച് വെക്കാറുള്ള ഒരു പരിപ്പാണിത്. ഇങ്ങനെ പച്ചപ്പയറിൻ്റെ പരിപ്പ്, അത് തൂടൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ കടകളിലൊക്കെ കിട്ടും, അത് വാങ്ങിച്ച് വെക്കാറുണ്ട്. ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോഴും ഞാനത് ചേർക്കാറുണ്ട്. അങ്ങനെ അത് ചേർത്ത് കൊടുത്തു. പിന്നെ സവാള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, ഇതൊക്കെ ചേർത്ത് നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. പിന്നെ കറിവേപ്പിലയും ചേർക്കും. ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ ബീൻസ് ചേർത്തു, ക്യാരറ്റ് ചേർത്തു, പിന്നെ ഗ്രീൻ പീസ്. ബീൻസ് എനിക്ക് തോന്നുന്നു ചേർക്കത്തില്ലാന്ന്, എങ്കിലും ഞാനിവിടെ ഇച്ചിരി ചേർത്തിട്ടുണ്ട്. അതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഞങ്ങൾക്കിവിടെ ഈ ചുമന്ന ക്യാരറ്റാണ് ഈ സമയത്ത് കിട്ടുന്നത്. മഞ്ഞ ക്യാരറ്റ് അങ്ങനെ കിട്ടാറില്ല, പിന്നെ വല്ലപ്പോഴൊക്കെ കിട്ടും. പിന്നെ ഗ്രീൻ പീസ് ഈ സമയത്ത് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് അതും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കറിവേപ്പില ചേർത്തു. പിന്നെ ഉപ്പുമാവിന് ഏറ്റവും എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റിയായിട്ട് കിട്ടുന്നത് ഇഞ്ചിയാണെന്ന് തോന്നുന്നു. ഇഞ്ചി ഞാൻ ചേർത്തിട്ടുണ്ട് ഓൾറെഡി. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഉപ്പ് ചേർത്തില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒന്നുകൂടി നോക്കാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി അതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതൊന്ന് നല്ല വേവിക്കണം, അതുകൊണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്, എനിക്ക് തോന്നുന്നു. പിന്നെ ചിലർ വെജിറ്റബിൾസ് ചേർക്കാറില്ല. ഞാനിതൊന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് അതൊന്ന് വെന്ത് വരുന്നവരെ, ഗ്രീൻ പീസും ബീൻസും ഒക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് റവയെ എടുത്തിരുന്നത്, ആ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വെള്ളം കുറച്ചാണ് ചേർത്തത്. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുഴഞ്ഞ് കുറച്ചുകൂടി ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാക്കി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഈക്വലായിട്ട് വെള്ളം ചേർത്തത്. അതിതൊന്ന് നല്ലവണ്ണം തിളച്ച് കഴിയുമ്പം നമുക്ക് നേരത്തെ വറുത്ത് വെച്ച റവ ചേർത്ത് കൊടുത്ത് ഇളക്കാം. പെട്ടെന്ന് തന്നെ രാവിലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. റവ നമ്മൾ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലവണ്ണം വറുത്തെടുക്കണം. അല്ലെങ്കിൽ ഇവിടുത്തുകാർ ഈ റവ അങ്ങനെ വറുക്കാറില്ല. റവ വറുക്കാതൊക്കെ തന്നെയാണ് അവർ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടേ ഉള്ളൂ അവരുടെ ഉപ്പുമാവ് കുഴഞ്ഞിരിക്കും. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിവിടെ നല്ലവണ്ണം റവ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ ഇതിന് ഈ കളറൊന്നും കാണുന്നില്ല, കാരണം രാവിലെ ഇപ്പം നല്ല വെട്ടമുള്ളതുകൊണ്ട് എൻ്റെ ഈ ഗ്യാസ് സ്റ്റൗ ഇരിക്കുന്നിടത്തോട്ട് നല്ല വെട്ടമാണ്. അതുകൊണ്ട് കളർ ഇച്ചിരി കുറവായിട്ടാണ് കാണുന്നത്. നമുക്ക് പിന്നെ പ്രൊഫഷണലായിട്ടൊന്നും സെറ്റിങ്ങൊന്നും അറിയത്തില്ല, ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ചെറുതീയിൽ നിന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഓൾറെഡി അത് വറുത്തതായതുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല.
അങ്ങനെ ഉപ്പുമാവൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കപ്പലണ്ടി, അത് വറുത്ത് ഞാനിവിടെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് പൊടിക്കണമെന്നില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പൊടിച്ച് ചേർക്കാം. ഇവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം ഈ കപ്പലണ്ടി കിടക്കുന്നത് അത് പെറുക്കി കളയും. അതുകൊണ്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് പൊടിച്ച് ചേർത്ത് അപ്പം ഇങ്ങനെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ പഴവും കൂടെ ചേർത്ത് കഴിച്ചാൽ പിന്നെ സാമ്പാർ നല്ല കോമ്പിനേഷനാണ്. ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഞാൻ സാമ്പാർ കൂട്ടിയും കഴിക്കാറുണ്ട് ഉപ്പുമാവ്. എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.